പൊന്മുടിയിൽ ഒരു തർക്കം അവിടെ വെച്ചുണ്ടായ ഒരു വാക്തർക്കം അതിനെ തുടർന്ന് വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് നേരെ ആക്രമണം. മുഖംമൂടി ധരിച്ചെത്തിയ സംഘമാണ് വിതുരയിൽ വെച്ച് ആക്രമണം നടത്തിയത്. ട്രാവലറിന്റെ ഗ്ലാസുകളൊക്കെ അടിച്ചു തകർത്തു. സരീഷിന്റെ വിവരങ്ങളായി ഹരി എന്തോ പാട്ട് വെച്ചതല്ലേ, പൊന്മുടിയിൽ എന്തോ പാട്ട് വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണെന്ന് പറയുന്നത് എന്തായിരുന്നു? ആരെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞോ? അതെ ദിവിഷ, അങ്ങനെ തന്നെയാണ്. ഈ പ്രേക്ഷകർ കാണുന്ന ഈ CCTV ദൃശ്യങ്ങളെന്ന് പറയുന്നത് വിതുരയിൽ തന്നെ ഇരുതലമൂല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വെച്ചാണ് ഈ ഒരു വൈകിട്ട് ഒരു 6:30 മണിയായി കാണും. ആ സമയത്താണ് ഈ അക്രമം നടക്കുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു CCTVയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് അതിനൊക്കെ മുമ്പാണ് ഈ തർക്കം ഉണ്ടാകുന്നത്. പൊന്മുടിയിൽ വന്നതാണ് ഈ വിനോദസഞ്ചാരികൾ. ഈ അക്രമത്തിന് ഇരയായ ട്രാവൽസിലുണ്ടായിരുന്നവർ ബാലരാമപുരത്ത് നിന്ന് വന്നതെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഏകദേശം ഒരു 30 പേരടുപ്പിച്ച് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു. 2 ട്രാവൽസ് തമ്മിലാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അത് പൊന്മുടിയിൽ വെച്ചാണ്. പൊന്മുടിയിൽ വെച്ച് പാട്ടിട്ട് ഡാൻസ് കളിക്കുന്ന സമയത്ത്, വാഹനത്തിനകത്ത് പാട്ടിട്ട് ഡാൻസ് കളിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള തർക്കം ഉണ്ടാകുന്നു. ആ തർക്കം പിന്നെ അവിടെ അവസാനിച്ചു എന്നാണ് കരുതിയത്. പക്ഷേ അത് അവിടെ അവസാനിച്ചില്ല. ഇരുതലമൂല അങ്ങ് വിതുര വരെ ആ തർക്കം എത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇവര് പൊന്മുടിയിൽ നിന്ന് ഇറങ്ങി തിരിച്ചു മടങ്ങുന്ന വഴിയിലാണ് ഈ 2 ട്രാവൽസ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു വെള്ള നിറത്തിലുള്ള ട്രാവൽസ് ഈ വാഹനത്തിനെ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ വന്ന് നിർത്തുന്നു. അതിന് പിന്നാലെ ഒരു വെള്ള നിറത്തിലുള്ള ഒരു വാഗനർ വാഹനവും കൂടി വരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് മുഖം മറച്ച് 4 പേർ ഇറങ്ങി വന്ന് അവിടെ അക്രമം നടത്തുന്നത്. ആ ബാലരാമപുരം സ്വദേശികൾ വന്ന ആ ട്രാവൽസിൻ്റെ ഡ്രൈവറോട് കയർത്ത് സംസാരിക്കുന്നത് നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവർ മുഖത്ത് ടവൽ കൊണ്ട് മുഖം മറച്ചു കൊണ്ടാണ് അവരവിടെ എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അവിടെ വന്നിട്ട് ഈ വാഹനത്തിൻ്റെ ഗ്ലാസ്സൊക്കെ അടിച്ച് തകർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പോലീസ് ഇപ്പോൾ ആ വാഹനങ്ങളുടെ നമ്പർ നോക്കിയാണ്, നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. പോലീസ് ആരെയും പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഉടനെ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു. ശരി ശരി, TS ഹരീഷാണ് വിവരങ്ങൾ നൽകിയത്. പൊന്മുടിയിലൊരു തർക്കം അവസാനം വിതുരയിലെത്തി വാഹനത്തെ ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി.